അൺഇൻറ്റൻഷനലി വളരെ ഫണ്ണിയായ ഒരു വിഭാഗമാണ് കുട്ടികൾ. അതായത് അവർ കോമഡി കാണിക്കണമെന്ന് വെച്ചാൽ അവരൊന്നും ചെയ്യുന്നതല്ല, പക്ഷെ അവർ എന്ത് കാണിച്ചാലും അത് കോമഡിയായി പോകും എന്നതാണ് സത്യം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ കുറെ കോമഡികൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇനി അത് ഏതൊക്കെയാണെന്ന് കാണാനായി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചേട്ടനിവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അതിനിടയിലേക്ക് ഒരു കൈ വന്നത്. പിന്നെ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് പ്ലേറ്റിലെ ഇരുട്ടിലെ അപ്രത്യക്ഷം. എന്താ ഉറമിച്ചേട്ടാ ഇത്? വിഴുങ്ങാതെ സാവധാനം തിന്ന്. എന്ത് മൂടോടെ അമുക്കുക എന്നുള്ള എന്റെ ഒരു ശീലമായിപ്പോയി. ഓരോരുത്തർ തൊണ്ടി വിഴുങ്ങുന്നു, പിന്നാണ് തൊണ്ടില്ലാത്തൊരു പഴം. കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് തിന്നാൻ തോന്നിയാൽ ചോദിക്കലും പറച്ചിലൊന്നും ഉണ്ടാവില്ല, അവർ വേണ്ടത് എടുത്തുകൊണ്ട് പോകും. പക്ഷെ അതിന്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തിന്നാൻ തോന്നിയില്ലെങ്കിൽ പിന്നെ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അവർ തിന്നില്ല. അപ്പൊ പിന്നെ പാരന്റ്സിന് വ്യത്യസ്തമായ ചില രീതികളൊക്കെ പരീക്ഷിക്കേണ്ടി വരും. ആ ചെക്കനാളൊരു സാഹസികനാണ്. അവൻ ഇനി എന്തൊക്കെ സാഹസങ്ങളാണ് കാണിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, വെൽക്കം മൈ ചാനൽ. മലയാളത്തിലെ പുതിയ അൺബോക്സിംഗ് ടൂർ. കേരളത്തിൽ വലിയൊരു ഭാവി യൂട്യൂബറിനെയാണ് നിങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞത്. മോശമായി പോയി. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആ മഞ്ഞ ഷർട്ടിട്ട ചേട്ടനെ ആ കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആ കുട്ടി മൂത്രമൊഴിക്കും എന്നൊക്കെയല്ലേ? അതൊക്കെ തന്നെയാണ് ആ ചേട്ടനും വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. ആരും പേടിക്കൊന്നും വേണ്ട, എന്തായാലും വീണു. അപ്പൊ പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് എഴുന്നേൽക്കാന്ന് വിചാരിച്ച് കിടക്കുന്നതാണ്. നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ആനന്ദകരമായ ഒരു ബർത്ത്ഡേ പാർട്ടി കാണാം. അപ്പൊ പെട്ടെന്ന് അവന്റെ കയ്യിൽ ഒരു കോടി കിട്ടിയാൽ അവൻ എന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ചോദിച്ചത് കോടി എന്നാണെങ്കിലും അവൻ കേട്ടത് വേറെന്തൊക്കെയോ ആണ്. അമ്മാട്ട് കൊടുത്ത് ചിക്കൻ ബിരിയാണി செய்ய சொல்லிருவேன். டேய் கோழி இல்லடா, கோடி கோடி. ஒரு கோடிப்பே நீ பார்த்த. ஆமாப்பே ஒரு கோடிப்பே. நான் கோழி நினைச்சிட்டேன். எப்ப பார்த்தாலும் சாப்பாடு சாப்பாடு. இனிமேல் சாப்பாட பத்தி பேசினா வாய் இருக்காது. வாயில கடிச்சு விட நாதா. ഈ കുട്ടികളെ ഒന്ന് വീഡിയോ എടുത്ത് വൈറലാവാൻ ഇവരാരും സമ്മതിക്കില്ലേ? ഒരിടത്ത് ചൂലെടുത്ത് അടിക്കാൻ വരുന്ന അമ്മമാര്, മറ്റൊരിടത്ത് വാലും മടക്കി വരുന്ന കുരങ്ങന്മാര്. എന്തൊരു കഷ്ടമാണിത്. അടുത്തതായി നമ്മളിവിടെ കാണുന്നത് തന്റെ അച്ഛനെ മേക്കപ്പ് ചെയ്ത് സുന്ദരനാക്കി മാറ്റിയെടുക്കുന്ന ഒരു മകളെയാണ്. സ്ലൈഡിൽ തീർന്ന് കളിക്കുന്നത് ഈ കുട്ടി നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ? മരുന്ന് കുടിക്കുന്നത് ഒരു കുട്ടിക്കും ഇഷ്ടമല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെ മരുന്ന് കുടിപ്പിക്കുന്നത് അത്യാവശ്യം മെനക്കേടുള്ള ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അങ്ങനെ മരുന്നും പാലും ഒന്നും കുടിക്കാൻ വലിയ താല്പര്യമില്ലെങ്കിലും വേറെ ചിലതിനോടൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമാണ്.
കുടിച്ചവൻ്റെ മാത്രമല്ല കണ്ടു നിന്ന് അമ്മയുടെ വരെ കണ്ണ് തള്ളിപ്പോയിരിക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്നവരെ ശല്യപ്പെടുത്തുക എന്നുള്ളത് അവർ കുട്ടികളുടെ ഫീൽഡാണ്. അതിലേക്ക് ഇങ്ങനെ അമ്മമാര് കയറി ഇറങ്ങണ്ട. ആരെ പാപ്പ തരിക, ആരെ വെള്ളം തരിക, എന്നിട്ട് എനക്ക് ആരെന്നെ ഇഷ്ടം, ആരെ കുളിപ്പിച്ചേരിയ, ആരെ പല്ലേപ്പിച്ചേരിയ, എന്നിട്ട് ആരെന്നെ ഇഷ്ടം, ആരെ കുളിപ്പിച്ചേരിയ, ആരെ പല്ലേപ്പിച്ചേരിയ, എന്നിട്ട് ആരെന്നെ ഇഷ്ടം, പൊട്ട ആരെ തൊട്ടേരിയ, കണ്ണാരെ എഴുതി തരിക, അപ്പൊ ആരെന്നെ ഇഷ്ടം, പൊട്ട ആരെ തൊട്ടേരിയ, കണ്ണാരെ എഴുതി തരിക, അപ്പൊ ആരെന്നെ ഇഷ്ടം. അമ്മേനെ ഇഷ്ടം, അച്ഛനെ ഇഷ്ടം. അഭിനയ ലോകത്തേക്ക് കേരളത്തിൽ നിന്ന് പുതിയൊരു പൊൻതൂവൽ കൂടി. ഇവിടെ നമുക്ക് കാണാം, ഈ കുട്ടിക്ക് നീന്താൻ അറിയില്ല. അതുകൊണ്ട് നീന്തൽ പഠിക്കാനായി പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. സേഫ്റ്റിക്കായി സ്വിമ്മറിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുങ്ങിപ്പോകുമെന്നൊന്നും പേടിക്കാനില്ലല്ലോ. എന്തൊരു കഷ്ടമാണിത്. മര്യാദക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ. ചിരിച്ചും കളിച്ചും നടന്ന് കുട്ടിക്കാലം എൻജോയ് ചെയ്യുന്നതിനിടയ്ക്ക് പിടിച്ച് പഠിക്കാൻ വിട്ടപ്പോൾ ഉള്ള കുട്ടിയുടെ റിയാക്ഷൻ ആണിത്. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതെന്നാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളക? മേക്കപ്പ് ഒരു ലേശം കൂടിപ്പോയോ? മുടിയോട്ടടാ മൊത്തം മുടിയിട്ട പെണ്ണുങ്ങളും നോക്കില്ല. നല്ലതാ മോനെ. ഇങ്ങനെയുള്ള അറിവുകൾ ചെറുപ്പത്തിലേ ഉണ്ടാകുന്നത് നല്ലതാ. ഉണ്ണിയമ്മേ, കുമ്പടി വന്നു. അപ്പൊ അടുത്ത തവണ ഉമ്മ കൊടുക്കുമ്പോ അവൾക്ക് ആദ്യം ഉമ്മ കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സംഭവം വളരെ പെട്ടെന്ന് നടന്നുകൊണ്ട് അവനാകെ വിജൃംഭിച്ചു പോയിരിക്കുകയാണ്. കരയാൻ കുറച്ചുകൂടി സമയം എടുക്കും. ചില കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒഴിവ് കിട്ടിയാൽ അവർ ഏതെങ്കിലുമൊക്കെ ഇടാകുളത്ത് പോയി പെടും. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയുടെ? 2-3 കൈയായിട്ട് വന്നേണ്. A few moments later. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ അടുത്തതായി നമ്മളിവിടെ കാണുന്നത് മറ്റൊന്നുമല്ല, പ്രമുഖ ഷെഫ് ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതാണ്. എടാ ഞങ്ങൾ കൂടെ താടാ. താടാ, എടാ കുറച്ച് താടാ. ഇതിനകത്ത് പുളിയാണ് മൊത്തവും. എടാ മതിയടാ കലക്കിയത്. ഞാൻ ചെയ്തു തരാം, ഇങ്ങോട്ട് വാ. എടാ താടാ. എടാ കുറച്ച് താടാ. അങ്ങനെ മറ്റുള്ള കുടിക്കാൻ കൊടുക്കണം നീ. എടാ കുറച്ച് താടാ. എടാ കുറച്ച് താടാ. എടാ താടാ. അയ്യോ മധുരമില്ല. ഇനി വേണം മനസ്സാരാ, അമ്മ നോക്കട്ടോ.
എടാ കുറച്ച് താളിയാ നീ ഉള്ള വീഡിയോ ഉണ്ട് വിശുദ്ധമായി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.